വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ഇന്ത്യ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ആധുനിക ഇന്ത്യ ചരിത്രത്തില് 1939 രണ്ടാം ലോക മഹായുദ്ധം നടക്കണ സമയത്ത് ബ്രിട്ടീഷുകാര് നമ്മളോട് പറയാണ്, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തില് നല്ല രീതിയിൽ ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചില ചില ഓഫറുകളൊക്കെ നമുക്ക് അവർ തരികയും ആ ഓഫറുകൾ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് ആ കമ്മിറ്റിയെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യേണ്ടായി. ഈ ഓഫറിനെ കുറിച്ചും കമ്മിറ്റിയെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആ ഓഫറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓഗസ്റ്റ് ഓഫർ എന്നാണ്. അപ്പൊ എന്താ ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ, അതായത് രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങൾ 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളില് ഇന്ത്യക്കാര് ആരെ സഹായിക്കുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സഹായങ്ങളൊക്കെ വാഗ്ദാനം നൽകിക്കൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയ പ്രഖ്യാപനത്തെ വിളിക്കുന്ന പേരാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഓഫർ എന്നുള്ള പേരോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഓഗസ്റ്റ് ഓഫർ ബ്രിട്ടീഷുകാരെ നമുക്ക് മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചത് 1940 ഓഗസ്റ്റ് 8-നാണ്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുന്നതെന്നാ 1940 ഓഗസ്റ്റ് 8-നാണ്. ഇതാരാ പ്രഖ്യാപിച്ച? ബ്രിട്ടീഷുകാരുടെ വൈസ്രോയി ആയിരിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ പേര് ലിൻ ലിത്ഗോ പ്രഭു എന്നാണ്. അപ്പൊ 1940 ഓഗസ്റ്റ് 8-ന് ബ്രിട്ടീഷ് വൈസ്രോയി ആയ ലിൻ ലിത്ഗോ പ്രഭുവാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയത്. 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥ സഹകരണം ഉണ്ടാവുകയാണെങ്കിൽ അതായത് ആ സഹായം നേടാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ചില ഓഫറുകളെ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളെയാണ് നമ്മൾ ഓഗസ്റ്റ് ഓഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓഫർ അനുസരിച്ച് അവർ നൽകിയ പ്രഖ്യാപനം അനുസരിച്ച് ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവി നൽകാം. എന്ത് നൽകാം? ഒരു പുത്രികാ രാജ്യ പദവി നൽകാം. പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും നൽകാം. അപ്പൊ രണ്ട് കാര്യം നൽകാന്ന് പറഞ്ഞു. ഒന്ന്, ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവി നൽകാം. ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാം. അതുപോലെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകാം എന്നാണ് ഓഗസ്റ്റ് ഓഫറിൽ ആര് പറയുന്നത്? ബ്രിട്ടീഷുകാർ പറയുന്നത്. പകരം നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം? ആ സമയത്ത് 1939 നടക്കുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ കൈയഴിഞ്ഞ് നമ്മൾ ഇന്ത്യക്കാരെ സഹായിക്കണം എന്നാ പറയണേ. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി അവർ തരാന്ന് പറഞ്ഞു. അതായത് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ആരെയും കൂടി ഉൾപ്പെടുത്താം, കുറച്ച് ഇന്ത്യക്കാരെയും കൂടി ഉൾപ്പെടുത്താം. അപ്പോ ഈ ഓഫർ തന്നപ്പോ അത് കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ഈ ഓഫറിനോട് താല്പര്യം ഉണ്ടായില്ലേ? രണ്ടു കൂട്ടർക്കും എന്താ താല്പര്യം? സ്വാതന്ത്ര്യം. കോൺഗ്രസ്സുകാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, മുസ്ലിം ലീഗിന് എന്താണ്? പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം. ഇതാണ് രണ്ടു കൂട്ടരും ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ ഇത് രണ്ടും ഇവിടെ നടക്കണില്ലേനോ, അപ്പൊ അതുകൊണ്ട് അവരതിനെ എതിർക്കുകയാണ്. അപ്പോ കോൺഗ്രസും മുസ്ലിം ലീഗും എതിർത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഓഗസ്റ്റ് ഓഫർ നൽകിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഇനി ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാന്നൊക്കെ പറഞ്ഞത് കോൺഗ്രസിലെ മെയിൻ ആയിട്ടുള്ള ആളായ ജവഹർലാൽ നെഹ്റുവിന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യില്ല. അപ്പൊ അതിനെ ഈ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് സംഷടിതമായ മരണം എന്നാണ്. അതായത് ആ ഓഗസ്റ്റ് ഓഫർ നമ്മൾ സ്വീകരിക്കാൻ വെച്ചാൽ ഒരു സംഷടിതമായ മരണമാവും. അങ്ങനെയാണ് ഈ പുത്രിക രാജ്യ പദവിയെ തന്നെ അല്ലെങ്കിൽ ആ സങ്കല്പത്തെ തന്നെ ആര് എന്താ പറയുന്നത് വിശേഷിപ്പിച്ചത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അപ്പോ ഇന്ത്യയുടെ പുത്രികാ രാജ്യ പദവി എന്ന് പറയുന്ന സങ്കല്പത്തെ, അങ്ങനെ ബ്രിട്ടീഷുകാർ പറഞ്ഞ ആ ഒരു വേർഡിനെ നമ്മുടെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്താണ്? സംഷടിതമായ മരണം എന്നാണ്. അപ്പോ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമായില്ല, മുസ്ലിം ലീഗിന് ഇഷ്ടമായില്ല, ആർക്കും തൃപ്തിയായില്ല. ഇനി ഏറ്റവും അതൃപ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു, തീരെ തൃപ്തിയില്ലാത്ത ആളായിരുന്നു ഗാന്ധിജി. അപ്പൊ ഓഗസ്റ്റ് ഓഫറിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകി. അതിന്റെ പേരാണ് വ്യക്തി സത്യാഗ്രഹം. അപ്പൊ ഓഗസ്റ്റ് ഓഫറിൽ അസംതൃപ്തനായ ഗാന്ധിജി ഏത് സത്യാഗ്രഹത്തിനാണ് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ആഹ്വാനം നൽകിയത്? വ്യക്തി സത്യാഗ്രഹത്തിനാണ് ആഹ്വാനം നൽകിയത് എന്ന് നമ്മള്
മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തത് ഈ വ്യക്തി സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം കുറച്ച് വ്യക്തികളെ തെരഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ 1940 ഗാന്ധിജി ആരംഭിച്ച ഈ വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആചാര്യ വിനോബ ഭാവെ ആയിരുന്നു. വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരാണ്? ആചാര്യ വിനോബ ഭാവെ ആയിരുന്നു എന്ന് ഓർത്തു വെക്കണം. ഇനി അങ്ങനെ ആചാര്യ വിനോബ ഭാവെ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1940 ഒക്ടോബർ 17 1940 ഒക്ടോബർ 17 അദ്ദേഹം വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കണേ. ഇനി ആചാര്യ വിനോബാ ഭാവെ കൂടാതെ ജവഹർലാൽ നെഹ്റു, ബ്രഹ്മദത്ത് തുടങ്ങിയ വ്യക്തി സത്യാഗ്രഹികളും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വേറെ 2 വ്യക്തി സത്യാഗ്രഹികൾ ആരൊക്കെയായിരുന്നു? ഒന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റുവും അടുത്തത് ബ്രഹ്മദത്ത് തുടങ്ങിയ വ്യക്തികളായിരുന്നു കേട്ടോ. ഇനി കേരളത്തിൽ നിന്നും ഒരു വ്യക്തി സത്യാഗ്രഹി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കെ കേളപ്പൻ എന്നായിരുന്നു. അപ്പൊ കേരളത്തിൽ നിന്നുള്ള വ്യക്തി സത്യാഗ്രഹി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാ പറയാ? നമ്മള് കെ കേളപ്പന്റെ പേരാ പറയാ. ഈ വ്യക്തി സത്യാഗ്രഹികൾ എല്ലാവരും കൂടെ ചേർന്ന്, ഈ 3 പേരല്ല കേട്ടോ, വേറെ കുറെ ഉണ്ട്, പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെ പേര് പറഞ്ഞു എന്ന് മാത്രം. ആ വ്യക്തി സത്യാഗ്രഹികൾ എല്ലാവരും കൂടെ ചേർന്ന് ഡൽഹിയിലേക്ക് ഒരു മാർച്ചും നടത്തി. ആ മാർച്ചിനെ വിളിക്കുന്നത് ദില്ലി ചലോ മൂവ്മെന്റ് എന്നാണ്. എന്താ വിളിക്കണേ? ദില്ലി ചലോ മൂവ്മെന്റ് എന്നാണ് വിളിക്കണേ. അങ്ങനെ ദില്ലി ചലോ മൂവ്മെന്റ് ഒക്കെ ഇവര് നടത്തുകയുണ്ടായി. പക്ഷെ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. ഗാന്ധിജി നടത്തിയ ഏറ്റവും ദുർലഭമായ പ്രക്ഷോഭം എന്നാണ് നമ്മൾ വ്യക്തി സത്യാഗ്രഹത്തെ ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. അത്രയും ദുർലഭമായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു വ്യക്തി സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് ഓഫറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സത്യാഗ്രഹം ഏതാണ്? വ്യക്തി സത്യാഗ്രഹമാണെന്ന് ഓർത്തു വയ്ക്കുക. ഓഗസ്റ്റ് ഓഫർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലെ? 1939 നടന്നുകൊണ്ടിരുന്ന ആ 2ാം ലോക മഹായുദ്ധത്തില് ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ നൽകാമെന്ന് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളെയാണ് നമ്മൾ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലിൻലിത്ഗോ പ്രഭു 1940 ഓഗസ്റ്റ് 8 പ്രഖ്യാപിക്കണം. അതിൽ പ്രധാനമായിട്ടും പുത്രികാരാജ്യ പദവി, അതുപോലെ തന്നെ ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് പറയുന്നത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഗാന്ധിജി ഇവരൊക്കെ ഇതിനെ എതിർത്തു. ഗാന്ധിജി എന്ത് ചെയ്തു എന്നാ പറഞ്ഞ? വ്യക്തി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ആചാര്യ വിനോബ ഭാവെ, ബ്രഹ്മദത്ത്, ജവഹർലാൽ നെഹ്റു, കെ കേളപ്പൻ തുടങ്ങിയ ആൾക്കാരെ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്ന് കെ കേളപ്പനായിരുന്നു എന്ന് ഓർത്തു വെക്കണം. ഇനി ഈ വ്യക്തി സത്യാഗ്രഹികളെല്ലാം ചേർന്ന് ഡൽഹിയിലേക്ക് ഒരു മാർച്ച് തന്നെ നടത്തി. അതിനെ ദില്ലി ചലോ മൂവ്മെന്റ് എന്ന് പറയുന്നു. പക്ഷെ വ്യക്തി സത്യാഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയണത് എന്താ വെച്ചാൽ, വളരെ എന്താ പറയുന്നത്, ഏറ്റവും ദുർലഭമായിട്ടുള്ള ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തി സത്യാഗ്രഹം പറയാം. അപ്പോ ഇങ്ങനെ ഒരു ഓഗസ്റ്റ് ഓഫർ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ വീണ്ടും 2ാം ലോക മഹായുദ്ധത്തില് നമ്മുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് ആ കമ്മിറ്റിയെ എവിടേക്ക് വിടുകയാണ്? ഇന്ത്യയിലേക്ക് വിടുകയാണ്. ആ കമ്മിറ്റിയുടെ പേരാണ് ക്രിപ്സ് മിഷൻ. എന്താണ് കമ്മിറ്റിയുടെ പേര്? ക്രിപ്സ് മിഷൻ. ആ ക്രിപ്സ് മിഷനെ അയച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഭരണകൂടമാണ് അയച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലാണ് ഈ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഈ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു. അപ്പൊ സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന വ്യക്തി ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയെ എങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്? ഇന്ത്യയിലേക്ക്. ആര് പറഞ്ഞു വിടുകയാണ്? നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു വിടുകയാണ്. ക്രിപ്സിനോട് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? 2ാം ലോക മഹായുദ്ധത്തില് ഇന്ത്യക്കാരുടെ സഹായം തേടണം, അവരിൽ നിന്നുള്ള സഹായം നമ്മൾ വാങ്ങണം, അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു കളി നടത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞു വിടണേ. അങ്ങനെ പറഞ്ഞു വിട്ട് 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ എവിടെ വന്നു? ഇന്ത്യയിൽ വന്നു. 1942
മാർച്ച് 22 വന്നപ്പോ ലിൻലിത്ഗോ പ്രഭു ആയിരുന്നു ഇവിടത്തെ വൈസ്രോയി. നമ്മൾ നേരത്തെ പറഞ്ഞു ഓഗസ്റ്റ് ഓഫർ നൽകിയതും ആരെന്നെയാണ്? ലിൻലിത്ഗോ തന്നെയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോ ഇവിടത്തെ വൈസ്രോയും ആരെന്നെയാണ്? നമ്മുടെ ലിൻലിത്ഗോ പ്രഭു തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ഈ ക്രിപ്സ് മിഷൻ പ്രധാനമായിട്ട് നമുക്ക് കുറച്ച് നിർദ്ദേശമൊക്കെ നൽകി. എന്താ നൽകിയേ? അനാർത്തെ ഓഗസ്റ്റ് ഓഫറിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് നൽകാം? ഒരു പുത്രികാ രാജ്യ പദവി നൽകാം. യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ അവസാനിക്കുമ്പോ നമുക്ക് എന്ത് നൽകാം? പുത്രികാ രാജ്യ പദവി നൽകാം. കൂടാതെ സ്വന്തമായി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതി തരാം. നിങ്ങൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിങ്ങൾ എഴുതി തയ്യാറാക്കാനുള്ള അനുമതി തരാം. പ്രതിരോധം ഒഴികെ മറ്റെല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഇടക്കാല സർക്കാരിനെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള അനുമതി കൂടെ നൽകാം. ഇതൊക്കെ ആര് പറഞ്ഞു? ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നിട്ട് സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ക്രിപ്സ് മിഷൻ ആരോട് പറയാണ്? ഇന്ത്യക്കാരോട് പറയാണ്. പക്ഷേ ക്രിപ്സ് മിഷൻ പൂർണ്ണമായിട്ടും പരാജയമാവാണ്. കാരണം ക്രിപ്സ് മിഷന് ഒന്നാമത്തെ കാര്യം ഗാന്ധിജിയുടെ പിന്തുണ ഉണ്ടായില്ല. പിന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പിന്തുണയുണ്ടായില്ല. വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒറ്റ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളും ക്രിപ്സ് മിഷനെ അനുകൂലിച്ചില്ല. കൂടാതെ മുസ്ലിം ലീഗും ക്രിപ്സ് മിഷനെ എതിർത്തു. കാരണം എന്തുകൊണ്ടായിരിക്കും? പാകിസ്ഥാൻ എന്ന വാദം ആരംഗീകരിച്ചില്ല? ക്രിപ്സ് മിഷൻ അംഗീകരിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു. അവർക്കും ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ച ആ കാര്യം നടത്താനായിട്ട് പറ്റിയില്ല. അങ്ങനെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോ ഇന്ത്യൻ വൈസ്രോയ് ലിൻലിത്ഗോ പ്രഭു ആണ് ഇന്ത്യയുടെ നമ്മുടെ INCയുടെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അങ്ങനെ ഓർക്കണം. ക്രിപ്സ് മിഷൻ വന്നു. 42 മാർച്ച് 22 വന്നേ. കാര്യമില്ല എന്ന് മനസ്സിലായി. ഏപ്രിൽ 12 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങി പോവാണ്. എപ്പോഴാണ് മടങ്ങിപ്പോയേ? 1942 ഏപ്രിൽ 12 മടക്കി പോവാണ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻ തീയതിയിട്ട ചെക്ക് എന്ന ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. അപ്പൊ ഗാന്ധിജി പറയാണ് ക്രിപ്സ് മിഷൻ എന്താണ്? തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ക്രിപ്സ് മിഷനെയാണ് എന്നും കൂടി ഓർത്തു വെക്കണം. ഇതാണ് പ്രധാനമായിട്ടും ക്രിപ്സ് മിഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ക്രിപ്സ് മിഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ആദ്യം നമുക്കൊരു ഓഫർ തന്നു, രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഹായിക്കാനൊക്കെ പറഞ്ഞു. ആ ഓഫർ ആരും സ്വീകരിച്ചില്ല. അപ്പോ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഓഫറിന് പകരമായിട്ട് ഒരു കമ്മിറ്റിയെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു വിട്ടു. പക്ഷെ പറഞ്ഞു വിട്ടിട്ട് അവര് നമുക്ക് നേരത്തെ ഓഗസ്റ്റ് ഓഫറിൽ പറഞ്ഞ പോലെ തന്നെ തന്നെയാണ്, പ്രതിരോധം ഒഴികെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല ഗവൺമെന്റ് ഒക്കെ രൂപീകരിക്കാം, നമുക്കൊരു ഭരണഘടന എഴുതി തയ്യാറാക്കാം, പുത്രികാ രാജ്യ പദവി നൽകാന്നൊക്കെ പറഞ്ഞു വെച്ചാലും കോൺഗ്രസും മുസ്ലിം ലീഗും ഗാന്ധിജിയും അങ്ങനെ എല്ലാവരും ക്രിപ്സ് മിഷനെ അങ്ങോട്ട് എതിർത്തു. അപ്പൊ ക്രിപ്സ് മിഷന് വന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. 42 ഏപ്രിൽ 12 തിരിച്ചുപോയി. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും ഏതിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. 1942 ക്രിപ്സ് മിഷൻ വരെ നമ്മൾ എത്തി. ഇനി അടുത്ത് നമുക്ക് ക്വിറ്റ് ഇന്ത്യ ആയി. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മള് എന്താണ്? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയാണ്. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘട്ടത്തിലേക്കാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പോകാനായിട്ട് പോണത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അടുത്ത ദിവസം അപ്പൊ ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.